പ്രജിതേ, ഈ ഇറാൻ്റെ 6 ആണവ ശാസ്ത്രജ്ഞരെയാണ് നിരുപാധികം ഈ പറയുന്ന ഇസ്രയേൽ തട്ടിയെന്ന് പറഞ്ഞാൽ കൊന്നത്. കാര്യം അവർ ഈ പറയുന്ന മിസൈൽ ആക്രമണം അല്ലെങ്കിൽ ഇസ്രയേലിൻ്റെ ഈ ആക്രമണം അവരറിയാതെ അവരവരുടെ വീടുകളിൽ താമസിക്കുകയായിരുന്നു, അല്ലെങ്കിൽ അവർ ബംഗലോ മറ്റൊക്കെ പോകുമായിരുന്നു, സ്വാഭാവികമായി സംഭവിക്കുക. ഈ 6 പേരെ കൊന്നു എന്ന് പറയുന്നു. കൂട്ടത്തിൽ ഒരു സൈനിക മേധാവിയും കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത്. ഇതിനെക്കുറിച്ച് എന്താണ് ചില ദുരൂഹതകൾ? ഈ സൈനിക മേധാവിയുടെ കാര്യം ഇപ്പോൾ വരുന്നതാണ് ആ വാർത്ത. അതായത് അവര് ഇല്ലാതെയാക്കിയത്, ഇസ്രയേൽ ഇല്ലാതെയാക്കിയത് 6 ആണവ ശാസ്ത്രജ്ഞരെയാണ്. ഇതില് ഇറാന്റെ ആണവ പദ്ധതിയുടെ ശില്പിയും ഇറാൻ റെവല്യൂഷണറി ഗാർഡ് കോറിന്റെ തലവനുമായിട്ടുള്ള ജനറൽ ഹൊസൈൻ സലാമി, പിന്നെ സംയുക്ത സൈനിക മേധാവി മേജർ ജനറൽ മുഹമ്മദ് ബഗേരി, മുൻ സുരക്ഷാ ഉപദേഷ്ടാവായിട്ടുള്ള അലി ഷംഖാനി, പിന്നെ ആണവോർജ ഏജൻസിയുടെ മുൻ തലവനായിട്ടുള്ള മുഹമ്മദ് മഹദി ടെഹാൻജി, പിന്നെ അവർ 6 ആണവ ശാസ്ത്രജ്ഞർ. ഇത്രയും പേരെയാണ് അവർ ഇല്ലാതെയാക്കിയത്. ആ ഇല്ലാതെയാക്കിയത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറാൻ്റെ ടെഹ്റാനിലാണ് ഇറാൻ്റെ ആർമി ഹെഡ് ക്വാർട്ടേഴ്സ് ഉള്ളത്. ആ ഹെഡ് ക്വാർട്ടേഴ്സിന് സമീപം മൊസാദ് ഒരു താവളമുണ്ടാക്കി, ഡ്രോണുകളൊക്കെ വെക്കാനായിട്ട്. ആ താവളം എവിടെയാണെന്നുള്ളത് ഈ പറയുന്ന അവർക്ക് അറിയാൻ പറ്റിയിട്ടില്ല. അവരുടെ രാജ്യത്തിന്റെ ഉള്ളിലാണ്, ആർമി ടെഹ്റാന്റെ സമീപമാണ്, ആർമി ഹെഡ് ക്വാർട്ടേഴ്സിന് സമീപമാണ്. ഇത് എവിടെയാണ് എന്നുള്ളത് ഇറാൻ ഇപ്പോഴും അറിയില്ല. മൊസാദ് ഈ കണ്ടുപിടിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതെ, നമുക്ക് കിട്ടുന്ന വിവരം. അപ്പോൾ ഇവിടെ നിന്നാണ് ഈ ഡ്രോൺസ് ഒക്കെ അയച്ചിട്ട് ഇവരെയൊക്കെ ഇങ്ങനെ തട്ടുന്നത്. അപ്പോൾ വലിയ പുകിൽ അവിടെ നടക്കുന്നുണ്ട്. കാരണം ഇത് സ്വന്തം നാട്ടിനുള്ളിൽ വന്നിട്ടും ഇത് എവിടെയാണെന്ന് കണ്ടുപിടിക്കാനൊന്നും പറ്റുന്നില്ല. ആളുകളെയൊക്കെ, പ്രധാനപ്പെട്ട ആളുകളെയാണ് തട്ടുന്നത്. ഈ മൊസാദിൻ്റെ ഒരു അതായത് ഇസ്രയേൽ പലപ്പോഴും തിരിച്ചടിക്കുന്നത് എങ്ങനെയാണ്? ഭയങ്കരമായിട്ട് മിസൈൽസ് മാത്രം വെച്ചിട്ടല്ല, അവർ ഇത്തരത്തിൽ വളരെ പ്ലാൻഡായിട്ട് ഓരോരുത്തരെയായിട്ട് ഇല്ലാതാക്കുകയാണ്. അപ്പോൾ ഇത് എവിടെയാണ് ഈ ഡ്രോണിൻ്റെ താവളം എന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന വിവരം എന്ന് പറയുന്നത് ഇറാനിയൻ മിലിറ്ററിയുടെ സുപ്രീം കമാൻഡർ ആയിട്ടുള്ള മുഹമ്മദ് ബഗേരി, അദ്ദേഹം എന്ന് പറയേണ്ട ആവശ്യമില്ല, പുള്ളിയെ തട്ടിയത് എങ്ങനെയാണെന്നുള്ള വിവരങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഇറാനിയൻ മിലിറ്ററി എന്ന് പറയുമ്പോൾ നമ്മുടെ IRGC, അതായത് ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ്സ് കോർപ്സുമായിട്ട് ബന്ധപ്പെടുത്തരുത്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഇറാൻ റെവല്യൂഷണറി ഗാർഡ് കോറിന്റെ തലവനായിട്ടുള്ള ജനറൽ ഹൊസൈൻ സലാമി, അത് IRGCയുടെ തലവനാണ്. മറ്റത് സംയുക്ത സൈനിക മേധാവിയാണ് ഈ മുഹമ്മദ് ബഗേരി എന്ന് പറയുന്ന വ്യക്തി. അപ്പൊ രണ്ടാണ്. ഈ റെവല്യൂഷണറി ഗാർഡ് എന്ന് പറയുന്നത് നമ്മുടെ ആയത്തുള്ള അലി ഖൊമേനിയുടെ ഒരു പ്രൈവറ്റ് ആർമിയാണ്. പ്രൈവറ്റ് ആർമി, അവരുടെ നിയന്ത്രണത്തിലുള്ളതാണ് ഇത് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു പാരലൽ ആർമി അതാണ്. അപ്പോൾ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ശരിയായ ഒരു സംയുക്ത സൈനിക മേധാവി അതാണ് മുഹമ്മദ് ബഗേരി. അപ്പം മുഹമ്മദ് ബഗേരിയുടെ അടുത്ത് മെയ് 26 പാക് ജനറൽ അസീം മുനീർ ചെല്ലുന്നുണ്ട്. അപ്പൊ ചെല്ലുമ്പോൾ ഒരു സമ്മാനമൊക്കെ കൊടുത്തു. അപ്പൊ ചുമ്മാ സമ്മാനം കൊടുക്കാൻ വേണ്ടി പോയതല്ല, അത് ഒരു ആവശ്യത്തിനായിട്ട് അവിടെ പോകുന്ന വഴിക്ക് ഒന്ന് കാണുന്നു, ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നു, കൂടെ ഇന്ന് ഇരിക്കട്ടെ ഒരു വാച്ച് എന്ന് പറയുന്നു. ആ വാച്ച് കൊടുക്കുന്നു. വാച്ച് വാങ്ങുന്നു, സസന്തോഷം വാങ്ങുന്നു. പാകിസ്ഥാന്റെ ആർമി ചീഫാണല്ലോ, അപ്പൊ സംശയിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് പുള്ളി അത് വാങ്ങുന്നു. അപ്പൊ എന്തായാലും ഈ വാച്ചിൽ GPS ഉണ്ടായിരുന്നു എന്നുള്ള വിവരമാണ് ഇപ്പൊ പുറത്തു വരുന്നത്. ഈ വാച്ചിൽ GPS ഉണ്ടാകുന്നു. അപ്പൊ അതിൽ നിന്ന് ബീപ് ബീപ് എന്നുള്ള സൗണ്ട് ഉണ്ടല്ലോ, ആ സൗണ്ട് കേൾക്കും, ബീക്കൺ സൗണ്ട് കേൾക്കും. ഈ സൗണ്ട് കൃത്യമായിട്ട് പുറപ്പെടും. അപ്പൊ ഇങ്ങനെ എവിടെയാണ് പോകുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മൊസാദിന് അറിയാൻ പറ്റും. ഇങ്ങനെ എങ്ങോട്ട് നീങ്ങിയാലും, ബാത്റൂമിൽ പോയാലും അത് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഇതിന്റെ ഇത് സസ്പെൻസ് കളയണ്ടെന്നുള്ളതുകൊണ്ട് ആ വാച്ച് എന്ന് കേട്ടപ്പോഴേ എനിക്ക് പണി കിട്ടി. അപ്പൊ എന്തായാലും ഇത് കൃത്യമായിട്ട് ഈ സൗണ്ട് പുറത്തു വരും, മൊസാദിനെ ട്രാക്ക് ചെയ്യാൻ പറ്റും. അല്ല, ഈ മൊസാദ് പാകിസ്ഥാൻ അറിയാതെ ഈ വാച്ചിനകത്ത് പണി വെച്ചതാണോ? അതായിരിക്കണം. എന്തായാലും അത് പാകിസ്ഥാൻ ഇതിനകത്ത് പണിയുണ്ടോ? പാകിസ്ഥാന് കൈയുണ്ടോ? പാകിസ്ഥാന് കൈ ഉണ്ടാകാം, ഉണ്ടാകാതിരിക്കാം. പക്ഷെ മുസ്ലിം രാഷ്ട്രമായതുകൊണ്ട് പാകിസ്ഥാൻ സുന്നി രാഷ്ട്രമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റേത് ഷിയ രാഷ്ട്രമാണ്. ശരിയാണ്. അപ്പോൾ എന്തായാലും ഈ
കൃത്യമായിട്ടുള്ള GPS ഡാറ്റ വെച്ചിട്ടാണ് അവിടേക്ക് ഡ്രോൺ ആയാലും അല്ലാത്തതായാലും എന്തയച്ചിട്ടായാലും ഈ പറയുന്ന സംയുക്ത സൈനിക മേധാവിയെ മുഹമ്മദ് ബഗേറിയെ ഇവർ ഇല്ലാതെയാക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഓരോരുത്തരെയും ഇവർ ഇല്ലാതെയാക്കിയതിന്റെ കൃത്യമായ വിവരങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട്. അപ്പോൾ മുമ്പ് മസൂദ് പെസഷ്കിയാൻ നമ്മൾ ഇന്നലെ സംസാരിച്ച പറഞ്ഞു, ഒരു പ്രസിഡന്റ് ഉണ്ട്, കാര്യമായിട്ട് ഇടക്കിടക്ക് വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ ആൾക്കാർ പേര് പറയും ഇങ്ങനെ ഒരു പ്രസിഡന്റ് ഉണ്ട് എന്നുള്ളത് കൊണ്ട്. അപ്പോൾ ആ പ്രസിഡന്റിന്റെ സ്ഥാനാരോഹണ ചടങ്ങിന് വേണ്ടിയിട്ട് പോകുമ്പോഴാണ് ഇസ്മയിൽ ഹനിയ എന്ന് പറയുന്ന തീവ്രവാദ സംഘത്തിന്റെ, അങ്ങനെ തന്നെ പറയാം, അതിന്റെ നേതാവിനെ ഒരു റൂമിൽ പുള്ളി വന്നു കഴിഞ്ഞാൽ അവിടെ താമസിക്കുന്ന സ്ഥിരം റൂമുണ്ട്, ആ റൂമിനുള്ളിൽ ബോംബ് വെച്ചിട്ട് അങ്ങ് മൊസാദ് ഇല്ലാതെയാക്കിയത്. അപ്പോൾ മൊസാദ് ആ റൂമിൻ്റെ ഉള്ളിൽ, അത് ഭയങ്കരമായിട്ട് ചെക്കിങ്ങും എല്ലാം ഉള്ളതാണ്, എന്നിട്ടും അതിൻ്റെ ഉള്ളിൽ മൊസാദിൻ്റെ ചാരന്മാർ കയറി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വിവരം കിട്ടാൻ ചോർത്തി കൊടുക്കാനുള്ള ആളുകൾ ഉണ്ട് എന്നാണ് മനസ്സിലായത്. വേറെ എങ്ങും സംഭവിച്ചില്ല. അതെ, അല്ല, ഇത് ഞാൻ പറഞ്ഞത് മുഹമ്മദ് ഹനിയയുടെ കാര്യമാണ്. ഈ റൂമിന്റെ ഉള്ളിൽ ഈ പറയുന്ന വാച്ചിന്റെ ഉള്ളിൽ GPS ഉണ്ട് എന്ന് പറയുമ്പോൾ മൊസാദ് ഒരു പക്ഷേ അസിം മുനീർ അറിയാതെ വെച്ചതായിരിക്കാം. ഇനി അസിം മുനീറിനെ ഇത്തരത്തിൽ വിലക്കെടുത്തോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം പാകിസ്ഥാന് പൈസ കിട്ടിയാൽ മതി, പാകിസ്ഥാൻ എന്തും ചെയ്യും, അതാണ് പാകിസ്ഥാന്റെ ഒരു അവസ്ഥ, അങ്ങനെയാണ് അവരുടെ ഒരു രീതി. അതെ. അപ്പൊ അത്തരത്തിൽ GPS സംവിധാനം വെച്ചിട്ട് ട്രാക്ക് ചെയ്തിട്ടാണ് കൃത്യമായിട്ട് മുഹമ്മദ് ബഗേരിയെ ഇല്ലാതാക്കിയിരിക്കുന്നത്. ഖൊമേനിയെ എന്തിനു വെറുതെ വിട്ടു എന്നുള്ളൊരു ചോദ്യം കിടപ്പുണ്ട്. ഖൊമേനിയെ തീർക്കാൻ സമയമായിട്ടില്ലെന്നായിരിക്കും ഒരുപക്ഷെ നെതന്യാഹു പറയുന്നത്. നെതന്യാഹുവിൻ്റെ ഒരു പ്രസ് മീറ്റ് ഉണ്ട്, അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം അതിൽ കൃത്യമായി പറയുന്നുണ്ട്, ഞങ്ങളുടെ യുദ്ധം ഞങ്ങൾ ഈ ചെയ്യുന്നത് കൃത്യമായിട്ടും ഇവർക്കെതിരെയാണ്, അതല്ലാതെ ജനങ്ങൾക്കെതിരെയല്ല. ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം ഒരു ഘട്ടത്തിൽ കിട്ടുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കിട്ടിക്കഴിയുമ്പോൾ അവർക്ക് എന്തെല്ലാം വേണമോ, എന്ത് ചെയ്യണമോ അതെല്ലാം ഞങ്ങൾ ചെയ്തു കൊടുക്കാൻ സന്നദ്ധരാണ്. ഒരു അന്യരാജ്യമാണെങ്കിൽ കൂടി, അതെ, ഇറാന്റെ ആഭ്യന്തര പ്രശ്നമാണെങ്കിലും ഞങ്ങൾ ചെയ്യാം. പക്ഷേ ഇറാന്റെ ഈ ഒരു പൊളിറ്റിക്കൽ മിലിറ്ററി ലീഡർഷിപ്പ് അതിനെയാണ് ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്നത്. കാരണം അവരാണ് ഈ യുറേനിയം സമ്പുഷ്ടീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ പറയുന്നു, ആ പ്രസ് മീറ്റിൽ പറയുകയാണ്, 9 ആറ്റം ബോംബാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് ഞങ്ങളുടെ എന്ന കൊച്ചു രാജ്യം സ്റ്റേറ്റ് ഓഫ് ഇസ്രായേൽ എന്നാ പറയാം, ഈ സ്റ്റേറ്റ് ഓഫ് ഇസ്രായേലിന് വലിയ ദോഷം ചെയ്യും. അത് മുൻകൂട്ടി കണ്ട് നടപടിയെടുക്കേണ്ടത് ഞങ്ങളുടെ കടമയാണ്. അതുകൊണ്ട് മാത്രമാണ് ഈ യുദ്ധം ഇപ്പോൾ ആസന്നമായതും ഞങ്ങളത് ആരംഭിച്ചതും. അതല്ലാതെ ജനങ്ങളോട് ഞങ്ങൾക്ക് യാതൊരു തരത്തിലുമുള്ള വിരോധവും. അതെ, ഇനി ഈ രാഷ്ട്രം ഇതിൽ നിന്നെല്ലാം മുക്തമാകുമ്പോൾ നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടത് എന്താണോ അത് ചെയ്തു തരാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണെന്ന് കൂടി പറയാതെ വെക്കുന്നുണ്ട്. ഈ പറയുന്ന ആ ഒരു മത നേതാവ് ഉണ്ടല്ലോ, ഖൊമേനിയെ അവർ കൊല്ലാതെ വെച്ചിരിക്കുന്നുണ്ട്. ചിലര് നമ്മളിങ്ങനെ, ചില ആൾക്കാര് അവർക്ക് വേണ്ടപ്പെട്ടവർ കൊല ചെയ്യുന്നത് കണ്ട് 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 നീറി മരിക്കാനായിട്ട് ഇരുത്തിയിരിക്കും. അതായിരിക്കാം. എന്ന് വെച്ചാൽ ഈ നീറി മരിക്കുക എന്ന് പറയുന്ന വല്ലാത്ത മരണമാണ്. അങ്ങനെ നീറി കൊല്ലാനായിട്ട് ഇരുത്തിയിരിക്കുന്നതും ആകാം എന്ന് വേണമെങ്കിൽ നമുക്ക് ഭയപ്പാടുണ്ടല്ലോ. അതെ, ഇപ്പം മറ്റേ നടത്തിയ സമയത്ത് പേജർ സ്ഫോടനം അവിടെ ഇവിടെ നടത്തിയപ്പോഴും ബങ്കറിൽ കയറി ഒളിച്ചത് ഖൊമേനിയാണ്. തീർച്ചയായിട്ടും ഒരു പേടിത്തൊണ്ടനാണ് എന്നുള്ളത് കൃത്യമായിട്ടും മനസ്സിലാക്കാവുന്നത്. ഈ വാഗ്ദോരണി നടത്തുന്നവരൊക്കെ വെറും പേടിത്തൊണ്ടന്മാരാണ്. അപ്പൊ ഈ പേടിത്തൊണ്ടന്മാരെ കൊണ്ട് ഇയാളെ പേടിപ്പിക്കുക. ഇയാളുടെ പ്രധാനപ്പെട്ട എല്ലാ കൈകളും പോയിട്ടുണ്ട്, വലം കൈകളും പോയിട്ടുണ്ട്. ഇനി ആ സ്ഥാനത്തേക്ക് വേറൊരാളെ കൊണ്ടുവരണം. അയാളുടെ ഉപദേഷ്ടാവ് തന്നെ തട്ടിപ്പോയി. തീർച്ചയായിട്ടും അതിനെ തന്നെ തീർത്തു. അപ്പൊ എന്തായാലും ഇത്തരത്തിൽ ഇവിടെ പാകിസ്ഥാന് കയ്യിൽ എങ്ങനെ ഈ GPS വാച്ച് വന്നു എന്നുള്ളത് സംശയാസ്പദമാണ്. അത് കൃത്യമായ വിവരം പുറത്തു വരാനുണ്ട്.